ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം ശ്രീപരമാനന്ദമാധവം. ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധം 29-ാം അധ്യായം 67-ാം ശ്ലോകം. 4, 29, 67. അദൃഷ്ടം അശ്രുതം ചാത്ര ക്വചിൻ മാനസി ദൃഷ്ട്യതേ യഥാ തനു മന്ദവ്യം ദേശകാലക്രിയാശ്രയം. അദൃഷ്ടം അശ്രുതം ചാത്ര ക്വചിൻ മാനസി ദൃശ്യതേ യഥാ തദാനു മന്ദവ്യം ദേശകാലക്രിയാശ്രയം. അദൃഷ്ടം അശ്രുതം ചാത്ര ക്വചിൻ മാനസ്യ ദൃശ്യതേ യഥാ തദാനു മന്ദവ്യം ദേശകാലക്രിയാശ്രയം. അദൃഷ്ടം ആശ്രിതം ചാത്ര മാനസി ദൃശ്യതേ യഥാ തദാനു മന്ദവ്യം ദേശകാലക്രിയാശ്രയം. അദൃഷ്ടം ചാത്ര മനസി ദൃശ്യതേ യഥാ തദാനു മന്ദവ്യം ദേശകാലക്രിയാശ്രയം. വിവർത്തനം. ചിലപ്പോൾ ഈ ജീവിതത്തിൽ മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമെന്ന് തോന്നിക്കുന്ന പലതും ഒരു സ്വപ്നത്തിൽ നാം കാണും. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം വ്യത്യസ്ത സ്ഥലകാലങ്ങളിൽ സാഹചര്യങ്ങളിൽ നാം മുമ്പേ അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. ഭാവാർത്ഥം: പകലിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് രാത്രിയിൽ നാം സ്വപ്നത്തിൽ ദർശിക്കുന്നതെന്ന് മുൻ ശ്ലോകത്തിൽ വിവരിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് നാം ചിലപ്പോൾ ഈ ജീവിതത്തിൽ മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത്? അത്തരം സംഭവങ്ങൾ ഈ ജീവിതത്തിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലായിരിക്കുമെങ്കിലും അവ കഴിഞ്ഞ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണെന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. സമയവും സാഹചര്യവും അനുസരിച്ച് അവ സ്വപ്നത്തിൽ സംയോജിക്കുമ്പോൾ ഇതൊന്നും ഒരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്തതാണല്ലോ എന്ന് നാം അത്ഭുതപ്പെടുന്നു. ഉദാഹരണത്തിന്, നാം ഒരു പർവ്വത ശിഖരത്തിൽ ഒരു സമുദ്രം ദർശിച്ചേക്കാം, അല്ലെങ്കിൽ സമുദ്രം വറ്റി വരണ്ട് പോകുന്നതായും കണ്ടെന്ന് വരാം. സമയത്തിനും സാഹചര്യത്തിനുമുള്ള പലതരം അനുഭവങ്ങളുടെ സംരക്ഷണമാണ് ഇവയൊക്കെ. ചിലപ്പോൾ നമ്മൾ സ്വർണ്ണ നിറത്തിലുള്ള പർവ്വതം കാണാറുണ്ട്. ഇതിന് കാരണം സ്വർണവും പർവ്വതവും വെവ്വേറെ കണ്ട നമ്മുടെ അനുഭവമാണ്. സ്വപ്നത്തിൽ മായയ്ക്ക് അധീനപ്പെട്ട് ഈ വേറിട്ട ഘടകങ്ങളെ നാം സംയോജിപ്പിക്കുന്നു. ഈ രീതിയിൽ സ്വർണ്ണപർവ്വതവും പകലിൽ നക്ഷത്രവും നമുക്ക് കാണാൻ കഴിയുന്നു.
ഇതെല്ലാം പലതരം സാഹചര്യങ്ങൾ അനുഭവപ്പെട്ടിരിക്കാമെങ്കിലും എല്ലാം മനസ്സിൻ്റെ കെട്ടുകഥകളാണെന്ന് സാരം. സ്വപ്നത്തിൽ ഇവയെല്ലാം സംയോജിക്കുന്നു എന്ന് മാത്രം. ഈ വസ്തുത ഇനി വരും ശ്ലോകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ നമുക്ക് അപരിചിതങ്ങളാണെങ്കിലും അവ നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്നും മനസ്സിലാക്കണം. അതുകൊണ്ട് അവ സ്വപ്നത്തിൽ ദൃശ്യമാകുന്നതും. എല്ലാ ഭൗതിക അഭിലാഷങ്ങളുടെയും സൂക്ഷിപ്പ് കേന്ദ്രമായ സൂക്ഷ്മ ശരീരമാണ് ആത്മാവിൻ്റെ ദേഹാന്തര പ്രാപ്തിക്ക് ഹേതു. ഒരുവൻ പൂർണ്ണമായി കൃഷ്ണാബോധത്തിൽ മുഴുകിയില്ലെങ്കിൽ ഭൗതിക ഇച്ഛകൾ വന്ന് പോയും നിൽക്കും. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. ചിന്തിക്കുക, വികാരം കൊള്ളുക, ഇച്ഛിക്കുക. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണ ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ ധ്യാന നിമഗ്നനാകാത്തിടത്തോളം മനസ്സ് പലവിധ ഭൗതിക സന്തോഷങ്ങൾ കാംക്ഷിച്ചുകൊണ്ടിരിക്കും. ഇന്ദ്രിയ സംബന്ധിയായ സംഗതികൾ മറന്ന് കാലാനുക്രമത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുകയും അവ ഒന്നിനു പുറകെ ഒന്നായി പ്രത്യക്ഷമാവുകയും ചെയ്യും. അതിനാൽ ജീവസത്തയ്ക്ക് ഒന്നിനു പിന്നാലെ ഒന്നായി ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നു. മനസ്സ് ഭൗതിക ആസ്വാദനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. സ്ഥൂല ശരീരം ആസ്വാദനങ്ങളും സാക്ഷാത്കരിക്കാനുള്ള ഉപകരണം എന്ന നിലയിൽ മനസ്സിൻ്റെ സഹായിയായി വർത്തിക്കുന്നു. എല്ലാ ആഗ്രഹങ്ങളും വരികയും പോവുകയും ചെയ്യുന്നതിൻ്റെ തലം മനസ്സാണ്. ആകയാൽ ശ്രീല നരോത്തമദാസ് ഠാക്കൂർ പറയുന്നു, ഗുരുമുഖ പത്മവാക്യ ചിത്തതേ കരിയായിക്ക അരണാ കരിഹേ മന ആശ. ആധ്യാത്മിക ഗുരുവിൻ്റെ ആജ്ഞകൾ പാലിക്കണമെന്ന തത്വത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് നരോത്തമദാസ് ഠാക്കൂർ എല്ലാവരെയും ഉപദേശിക്കുന്നു. ഒരുവൻ മറ്റൊന്നും ആഗ്രഹിക്കരുത്. ആധ്യാത്മിക ഗുരുവിൻ്റെ ആജ്ഞകൾ അനുസരിച്ച് ക്രമീകമായ തത്വങ്ങൾ കർശനമായി പിന്തുടരുന്ന പക്ഷം മനസ്സ് ക്രമേണ കൃഷ്ണൻ്റെ സേവനമൊഴിച്ച് മറ്റൊന്നും കാംക്ഷിക്കാത്ത വിധം പരിശീലിക്കപ്പെടും. ഇത്തരം പരിശീലനമാണ് ജീവിതത്തിൻ്റെ പരിപൂർണത. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. വാഞ്ചാകൽപതരൂപശ്യ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ഹരേ കൃഷ്ണ. ഇത് നമ്മൾ 4-ാം സ്കന്ധത്തിലെ ഒരു ശ്ലോകമാണ് നമ്മൾ വായിച്ചത്. 4-ാം സ്കന്ധം 29-ാം അധ്യായം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ശ്ലോകത്തിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ ആഴത്തിൽ ഈ ശ്ലോകത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. ഇവിടെ നാരദ മഹർഷിയാണ് ഈ ശ്ലോകം പറയുന്നത്. നാരദ മഹർഷി പ്രാചീന ബർഹിഷിത് എന്ന രാജാവിന് ഈ ശ്ലോകം ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മിക്കവർക്കും അറിയാമായിരിക്കും, എന്നാലും പുതിയ ആൾക്കാരുള്ളതുകൊണ്ട് പ്രാചീന ബർഹിഷിത് രാജാവ് ഒരുപാട് വൈദികമായ കാര്യങ്ങൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. വൈദികമായ പ്രക്രിയകളൊക്കെ ചെയ്തിട്ട് ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ് പ്രാചീന ബർഹിഷിത്. അപ്പോൾ അങ്ങനെയുള്ള ആ രാജാവിന് നാരദ മഹർഷി ജീവിതത്തിൻ്റെ തത്വത്തെക്കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ജീവിത തത്വം നേരിട്ട് ഉപദേശിച്ചാൽ രാജാവിന് മനസ്സിലാവില്ല എന്ന് മനസ്സിലാക്കിയ നാരദ മഹർഷി ഒരു പുരഞ്ജനൻ എന്നൊരു രാജാവിൻ്റെ കഥയിലൂടെയാണ് ഈ ഒരു അധ്യായം പോകുന്നത്. പുരഞ്ജൻ രാജാവ് ഒരുപാട് ഇന്ദ്രിയങ്ങളുടെ പുറകെ പോവുകയും അവസാനം വൃദ്ധനായി തീരുകയും അവസാനം ഇന്ദ്രിയങ്ങളുടെ എല്ലാം ശോഷണം സംഭവിക്കുകയും അവസാനം തൻ്റെ പത്നിയെക്കുറിച്ചും തൻ്റെ വസ്തുവകകളെക്കുറിച്ചും ചിന്തിച്ച് അദ്ദേഹം മരിക്കുകയും അടുത്തത് അതിനനുരൂപമായൊരു ശരീരം അദ്ദേഹം എടുക്കുകയും ചെയ്തതാണ് പുരഞ്ജനാഖ്യാനം. അപ്പോൾ അതാണ് നാരദ മഹർഷി ഇവിടെ പ്രാചീന ബർഹിഷിത് രാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഉപദേശങ്ങളുടെ ഇടയിലുള്ള ഒരു ശ്ലോകമാണ് ഇത്. അതായത് നാരദ മഹർഷി പ്രാചീന ബർഹിഷിത് എന്ന രാജാവിന് ആത്മതത്വം ഉപദേശിക്കുന്ന
ഒരു അധ്യായത്തിലെ ഒരു ശ്ലോകമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ഈ ഒരു ശ്ലോകം കുറച്ച് നല്ലൊരു ശ്ലോകമാണ്. എല്ലാ ശ്രീമദ് ഭാഗവതത്തിലെല്ലാം നല്ലതാണ്, എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശ്ലോകമാണ് ഇത്. ഇതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ജീവിതത്തിൽ മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും എന്ന് തോന്നിക്കുന്ന പലതും ഒരു സ്വപ്നത്തിൽ നാം കാണും. പക്ഷേ ആ സംഭവങ്ങളെല്ലാം വ്യത്യസ്ത സ്ഥലകാലങ്ങളിൽ സാഹചര്യങ്ങളിൽ നാം മുമ്പേ അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിൽ നാരദ മഹർഷി പറയുന്നുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് വരുന്നത് നമ്മുടെ പകൽ സമയത്ത് നമ്മൾ ചെയ്ത പ്രവൃത്തികൾ അനുസരിച്ചാണ് നമ്മുടെ സ്വപ്നങ്ങൾ വരുന്നത്. പകൽ സമയത്ത് നമ്മൾ ചെയ്ത പ്രവൃത്തികൾ നല്ല ആഴത്തിലും നല്ല ഡീപ്പായിട്ട് ഇൻറ്റൻസിഫൈ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നത്തിൽ വന്ന് ചേരും. അപ്പോൾ അതേപോലെ, പക്ഷെ ഇവിടെ പറയുന്നത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണും, പക്ഷെ അത് നമ്മൾ ഈ പകൽ സമയത്ത് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. പകൽ സമയത്ത് നമ്മൾ ഒന്നും ശ്രീ ശ്രീ കൃഷ്ണ ബലരാം കീ ജയ്, ശ്രീ ശ്രീ ഗോവിന്ദായ കീ ജയ്. പകൽ സമയത്ത് നമ്മൾ കണ്ട കാര്യങ്ങളായിരിക്കത്തില്ല ചില സന്ദർഭങ്ങളിൽ നമുക്ക് രാത്രിയിൽ കാണുന്നത്. അപ്പം അതെങ്ങനെയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. അതിനർത്ഥം ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികളായിരിക്കത്തില്ല, അതിന് മുമ്പ് നമ്മൾ ചെയ്ത പ്രവൃത്തികൾ കൂടെ ആ സ്വപ്നത്തിൽ വരും. ഇതിൻ്റെ കുറച്ച് മുമ്പുള്ള ഈ ശ്ലോകമൊന്നും ഓർമ്മയില്ല. അതിനകത്ത് ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, മനസ്സ് എന്ന് വെച്ചാൽ ഒരു ക്യാമറ പോലെയാണ്. മനസ്സ് ഓരോരോ കാര്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കും, ഒരു ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്കറിയാൻ പറ്റും. വൈദ്യശാസ്ത്രപരമായിട്ടും ചില കുട്ടികൾക്കൊക്കെ അവരുടെ കുട്ടിക്കാലത്ത് ഒരുപാട് പീഡനങ്ങളും മറ്റും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കും വലുതായി കഴിയുമ്പോൾ. ഇവൻ വൈദ്യശാസ്ത്രത്തിൽ പോയില്ലെങ്കിൽ പോലും നമുക്ക് 9/11 USA ഒരു ട്വിൻ ടവേഴ്സിൽ 2 പ്ലെയിൻ വന്ന് ഇടിക്കുകയും അത് തകരുകയും ചെയ്തു 2011. ആ സമയത്ത് ഏകദേശം 3000-ഓളം ആൾക്കാർ മരിച്ചു. 3000-ഓളം ആൾക്കാർ മരിച്ചു. പക്ഷേ കുറേ പേര് എങ്ങനെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ അവരുടെ മുമ്പിൽ ഈ മരണവും ഈ തീ കത്തുന്നതും എല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവർക്ക് സൈക്കാട്രിക് മെഡിക്കേഷനൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു. അവർക്ക് ആരോഗ്യപരമായിട്ടൊരു പ്രശ്നമില്ല, അവരുടെ ശരീരത്തിന് ഒരു പ്രശ്നമില്ല, പക്ഷെ അവർക്ക് നിരന്തരം ഇതിൻ്റെ ഓർമ്മകൾ വന്നുകൊണ്ടിരുന്നു. വൈദ്യശാസ്ത്രത്തിൽ അതിനെ പറയുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നാണ്. നമ്മളൊരു വളരെ വേദനാജനകമായൊരു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും അത് റിക്കർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് മനസ്സ് ഒപ്പിയെടുക്കുന്ന ആ പിക്ചറാണ്. അപ്പം മനസ്സിൽ അതുള്ളത് കൊണ്ട് നിരന്തരം ആ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ മനസ്സ് ആബ്സ്ട്രാക്റ്റ് ആയിട്ട് ആ ഒരു കാര്യം മാത്രമല്ല തരുന്നത്. മനസ്സിന് വേറെ കാര്യങ്ങളുണ്ട്, ഒരു കാര്യം മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ഘടന മാത്രമല്ല ഉള്ളത്, ഒരു സംഭവം മാത്രമല്ല, പല പല സംഭവങ്ങളുണ്ട്. ഈ പല പല സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മനസ്സൊരു പുതിയ ചിത്രം നൽകും. നമ്മൾ ഇപ്പം ശ്രീല പ്രഭുപാദ് പറഞ്ഞ ഉദാഹരണം തന്നെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പം കുട്ടിക്കാലത്ത് ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടാകും, വലിയ മലയിലൊക്കെ കയറിയിട്ടുണ്ടാകും. മല കയറി വലിയ മലയുടെ ശിഖരത്തിലൊക്കെ കയറിയിട്ടുണ്ടാകും. നമ്മൾ യൗവനകാലത്ത് ചിലപ്പോൾ നമ്മൾ ഒരു സമുദ്രത്തിൽ പോയി നീന്തിയിട്ടുണ്ടാകും. മനസ്സെങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ ഈ 2 പിക്ചറിനെ എടുത്തിട്ട് സമുദ്രത്തിൻ്റെ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ സമുദ്രം ഉള്ളതുപോലെ കാണിച്ചു തരും. അപ്പം അങ്ങനെയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. പല പല കാര്യങ്ങൾ അത് വെച്ച് തരും. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ കഴിഞ്ഞ
ജന്മത്തിൽ കഴിഞ്ഞ കാലത്തിൽ എന്ത് ബോധമായിരുന്നു വച്ചുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ ചിന്തകൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നമ്മൾ എന്തായി തീരുമെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ പ്രായോഗികമായ വശം. അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഒരുപാട് ധനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ജന്മത്തിൽ ഇതേ അനുസരിച്ചുള്ള ശരീരത്തിലായിരിക്കണം നമ്മൾ വന്നത്, ഇതേയുള്ള ചിന്തകൾ പുലർത്തിയായിരിക്കണം നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം അതാണ് നമ്മുടെ, കാരണം ആ ശരീരം നഷ്ടപ്പെട്ടു പോയി, പക്ഷേ ആ സൂക്ഷ്മമായിട്ടുള്ള മനസ്സ് ആത്മാവിനോടൊപ്പം ഉണ്ട്. അപ്പോൾ ആ മനസ്സ് അന്ന് കഴിഞ്ഞ ജന്മങ്ങളിൽ ഒപ്പിയെടുത്ത കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് ഇമേജസ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സ് ഈ ജന്മങ്ങളിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും മറ്റു പല പല ചിന്തകൾ നമ്മുടെ ഇതിലേക്ക് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതിപ്പോൾ നമുക്ക് കഴിഞ്ഞ ജന്മത്തിൽ വന്ന കാര്യങ്ങൾ, നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഈ ജന്മത്തിൽ നമുക്ക് വന്നു. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മുടെ ചിന്തയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നനുസരിച്ച് നമ്മുടെ അടുത്ത ശരീരം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും, അത് നിർമ്മിക്കാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള വശം. അപ്പോൾ നമ്മൾ നമ്മുടെ അവബോധം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ എങ്ങനെ വയ്ക്കുന്നുണ്ടോ നമുക്ക് തന്നെ അറിയാം നമ്മൾ അടുത്ത ശരീരത്തിൽ എവിടെയാണ് പോകാൻ പോകുന്നത്. നമുക്ക് ഇന്നനായി തീരുമെന്നോ അതൊന്നും നമുക്ക് നമുക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാകും. കഴിഞ്ഞ ശരീരത്തിലുള്ള കാര്യം അല്ലെങ്കിൽ നമ്മുടെ പകലുള്ള കാര്യം രാത്രി നമുക്ക് ഓർമ്മകളായിട്ട് വരുമ്പോൾ, അതേപോലെ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മകളായിട്ട് വരുമ്പം ഈ ശരീരത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് ഈ എന്ത് മനോഭാവമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ശരീരമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മളോട് തന്നെ ചോദിച്ച് നോക്കാം, നമ്മൾ എന്ത് ചിന്തയാണ് കൂടുതൽ ചിന്തിക്കുന്നത്, അതനുസരിച്ചുള്ള ശരീരമായിരിക്കും നമുക്ക് അടുത്തത് കിട്ടാൻ പോകുന്നത്. ശീല പ്രഭുപാദ് ഭഗവത്ഗീതയിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അടുത്ത ശരീരം നിശ്ചയിച്ചിട്ടാണ് നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുന്നത്. അടുത്ത ശരീരം നിശ്ചയിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുന്നത്. അപ്പം നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ അവബോധം എന്തിൽ നമ്മൾ കൊണ്ടെത്തിച്ചിരിക്കുന്നോ അതനുസരിച്ചുള്ള ശരീരം തന്നെയായിരിക്കും നമുക്ക് അടുത്ത ഇതിൽ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഡെസ്റ്റിനിയെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു എംപവർമെൻ്റ് ആണ് ഈ ശ്ലോകം എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഡെസ്റ്റിനിയെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ കോൺഷ്യസ്ലി എൻ്റെ അവബോധം അല്ലെങ്കിൽ എൻ്റെ ചിന്തകളെ എങ്ങനെ വളർത്തിയെടുക്കുന്നോ അതനുസരിച്ചുള്ള ശരീരമായിരിക്കും കിട്ടുക. ഞാൻ മൃഗങ്ങളുടെ തുല്യമായിട്ടുള്ളൊരു ചിന്തകളാണ് ഞാൻ വച്ച് പുലർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മൃഗങ്ങളുടെ ശരീരമായിരിക്കും കിട്ടുക. ഞാൻ എൻ്റെ ചിന്ത മുഴുവൻ ഈശ്വരനെക്കുറിച്ചും ഈശ്വരൻ്റെ സേവനത്തെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നതെങ്കിൽ എനിക്ക് ഈശ്വരനോടൊപ്പമുള്ള ഈശ്വരൻ്റെ സേവകൻ എന്നുള്ള മനോഭാവത്തിലേക്ക് മാറുകയും ഞാൻ ഈശ്വരൻ്റെ സേവകനായി തീർന്ന് ഈശ്വരൻ്റെ ധാമത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇത് സിമ്പിളും പ്ലെയിനുമായിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ നിരന്തരം ചിന്തിക്കുന്ന നമ്മുടെ അടുത്തൊരു ശരീരം നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കെട്ടിടം ഉണ്ടാകുമ്പം കെട്ടിടത്തിന് ആദ്യം ഫൗണ്ടേഷൻ ഇട്ടു, അതിനകത്ത് ഓരോ കല്ലുകൾ വെച്ചു, ഓരോ കല്ലുകൾ വെച്ചും സിമെൻറ്റ് തേച്ചും ഇതിനകത്ത് പില്ലേഴ്സൊക്കെ വയ്ക്കുമ്പം എന്താ വരുന്നത്? ഒരു 10 വർഷം കഴിഞ്ഞതൊരു ക്ഷേത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ ഓരോ കല്ലുകളും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിക്ക് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ദിവസം ചിന്തിക്കുന്ന ഓരോ ചിന്തകളും നമ്മുടെ അടുത്തൊരു ശരീരത്തിന് പങ്കുവഹിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് ഈ പ്രസ്ഥാനത്തിന് കൃഷ്ണ ഭക്തന്മാരുടെ സംഘടന എന്നല്ല കൊടുത്തിരിക്കുന്നത്, ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, കൃഷ്ണ അവബോധ സമിതി. നിരന്തരം ആ കോൺഷ്യസ്നെസ്സിൽ കൃഷ്ണനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. നിരന്തരം നമ്മുടെ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ അവബോധത്തിൽ കൃഷ്ണനാണുള്ളത്, കൃഷ്ണൻ്റെ സേവനമാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ശരീരം ഭഗവാനോടൊപ്പം. നമ്മൾ അത് ചെയ്യാതെ നമുക്ക് അവസാന നിമിഷം എന്തെങ്കിലും ഇത് വന്നിട്ട് നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിക്കരുത്. കാരണം കൃഷ്ണ എന്ന് വെച്ചാൽ ഇസ് എ സുപ്രീം ചീറ്റർ. കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഐശ്വര്യങ്ങൾ സർവ്വതോന്മുഖമാണ്.
കൃഷ്ണൻ ഏറ്റവും കാരുണ്യവാൻ മാത്രമല്ല, കൃഷ്ണൻ ഏറ്റവും വലിയ ചീറ്ററുമാണ്. നമുക്ക് കൃഷ്ണനെ ചീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അദ്ദേഹം നമ്മളെ ഔട്ട് ചീറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്തണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ച് ഓരോ നിമിഷവും ഓരോ ദിവസവും ആ ചിന്തകൾ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തനെ അഭിനയിക്കാനും നമുക്ക് ചിലപ്പോൾ സാധിക്കുമായിരിക്കും. മറ്റുള്ളവരെ നമുക്ക് കബളിപ്പിക്കാനും പറ്റും. പക്ഷേ ഭഗവാനെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആത്മീയതയിൽ പുരോഗമിക്കാനുള്ള ഒരേ ഒരു വഴി ആത്മാർത്ഥമായിട്ട് ഈശ്വരൻ്റെ അവബോധം ഉയർത്തുക എന്നുള്ളതാണ്. നിരന്തരമായി ഈശ്വരാവബോധം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മളെ തടസ്സം ഉണ്ടാക്കുന്നതാണ് ഈ മനസ്സ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് മനസ്സ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ ബന്ധുവുമാണെന്ന് പറയുന്നു. മനസ്സ് നമ്മളെ തടസ്സം ഉണ്ടാക്കും. ഇതിൽ ഉപദേശാമൃതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 1-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിൻ്റെ 2 വിധം പ്രക്രിയകളെക്കുറിച്ചും ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിരോധ പ്രീതി, വിരോധയുക്ത ക്രോധ. അവിരോധ പ്രീതിയും വിരോധയുക്ത ക്രോധ. മനസ്സിൻ്റെ 2 ബിക്കറിങ് ഓഫ് ദ മൈൻഡ് എന്നാണ് ശ്രീല പ്രഭുപാദ് അതിനകത്ത് പറയുന്നത്. 2 തലത്തിലാണ് മനസ്സ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അവിരോധ പ്രീതി. അവിരോധ പ്രീതി എന്ന് വെച്ചാൽ ഒരു തടസ്സവുമില്ലാത്ത അറ്റാച്ച്മെൻറ്റ്. എന്തെങ്കിലും ഒരു ആഗ്രഹം വച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി മാത്രം നമ്മൾ മനസ്സെപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ഇപ്പം മായാവാദ സന്യാസിമാരൊക്കെ ഞാൻ ദൈവമാണ്, അതൊരു മെറ്റീരിയൽ അറ്റാച്ച്മെൻ്റാണ്. സ്വന്തമായിട്ട് ഞാൻ ദൈവമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻറ്റൻസ് ആയിട്ട് അങ്ങനത്തെ ചിന്തകൾ വച്ചുകൊണ്ടിരിക്കും. കർമ്മികൾ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യണം, വലിയ ഇത് ചെയ്യണം, അത് ചെയ്യണം, നിരന്തരം ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ പോകുക. അതാണ് അവിരോധ പ്രീതി എന്ന് പറയുന്നത്. ഇനി വിരോധയുക്ത ക്രോധ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ നിരന്തരം ഫ്രസ്ട്രേഷനാണ്, ക്രോധമാണ്, ദേഷ്യമാണ്. അപ്പം ഒരു സ്ഥലത്തിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, മറു സ്ഥലത്തിൽ അതിലുള്ള ദേഷ്യം. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിൽ ദേഷ്യം, മറ്റൊരു സ്ഥലത്ത് ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നു. നമ്മൾ ഓരോരുത്തരും ശരിക്കും ആഴത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 2ന്റെ ഇടയിലാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. നമുക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഉടനെ നമുക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും പുറകെ പോയിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും ഇതിന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ മനസ്സ് ഇത് 2ലും പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്, അതുകൊണ്ടാണ് നമുക്ക് മനസ്സിനെ ഇവിടെ പറയുന്നത് പോലെ മനസ്സിൽ ഇത് ഒരുപാട് ഇമേജസ് വരുമ്പം ഈ ഇമേജസ് ഒക്കെ നമുക്കിപ്പോൾ ഒരു ആഗ്രഹം, വേറെ പ്രത്യേകിച്ച് ഒരു ആഗ്രഹമില്ല, സമാധാനമായിട്ട് ഇരിക്കുമായിരിക്കും, നമ്മൾ ചിലപ്പോൾ ജപിക്കുന്ന സമയമായിരിക്കും. ഉടനെ മനസ്സ് ഓരോരോ കാര്യങ്ങൾ ഇട്ട് തരുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോകും. അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ട് എനിക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മാലയൊക്കെ മാറ്റി വെച്ച് നമ്മൾ ചിലപ്പോൾ മാറും. അപ്പോൾ ഈ ഫ്രസ്ട്രേഷനും അറ്റാച്ച്മെൻറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ നിരന്തരം ഉഴലുകയാണ്. ഒരു ക്ലോക്കിലെ പെൻഡിലും വന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഭക്തിയോഗത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. ഭക്തിയോഗത്തിൽ മനസ്സിനെ നമ്മൾ ശരിയായ സ്ഥലത്തിലേക്ക് ഫിക്സ് ചെയ്യുകയാണ്. ഇവിടെ ഫിക്സേഷൻ ഇല്ല, കാരണം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതേപോലെ ആഗ്രഹങ്ങൾ നടന്നില്ലേ ദേഷ്യമുണ്ട്, ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരു സ്ഥലത്തും ഫിക്സ്ഡ് ആയിട്ട് പോകാനായിട്ട് പറ്റില്ല. നമ്മൾ ശരിക്കും നമ്മളെ ഉള്ളിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവും, ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങളാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഭക്തിയോഗത്തിൻ്റെ പ്രാധാന്യം. ഭക്തിയോഗത്തിൽ എന്താ ചെയ്യുന്നത്? നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റും ഉണ്ട്, ഈ ദേഷ്യവും ഉണ്ട്. ഇതിനെ നമുക്ക് ഉടനെ മാറ്റാൻ പറ്റില്ല. പക്ഷേ ഈ അറ്റാച്ച്മെൻറ്റ് നമുക്ക് നേരെ ഭഗവാനിലേക്ക് കൊടുക്കാൻ പറ്റും. എനിക്കിതൊക്കെ വേണം, എനിക്കിത് വേണം, ഞാൻ വലുതാകണം എന്നുള്ള ആഗ്രഹത്തിന് അത് അറ്റാച്ച്മെൻ്റാണ്. ആ അറ്റാച്ച്മെൻറ്റിന് പകരം ഭഗവാനെ എല്ലാവരും അറിയണം, ഭഗവാന്റെ ഗ്ലോറീസ് എല്ലായിടത്തും വരണം, ഭഗവാനെ എല്ലാവരും നമസ്കരിക്കണം, ഭഗവാന്റെ അടുത്ത് എല്ലാവരും സറണ്ടർ ചെയ്യണം, ഭഗവാനോടുള്ള അറ്റാച്ച്മെൻറ്റിലേക്ക് അത് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം ക്രോധവും ഉണ്ടാവും. ക്രോധം എന്താ? നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോഴാണ് ക്രോധം വരുന്നത്. പക്ഷെ അതേപോലെ ഒരു ഭക്തനും ക്രോധം ഉണ്ടാവും. ഭഗവാന്റെ സേവനത്തിന് എന്തെങ്കിലും തടസ്സം വരുമ്പോൾ, ഹനുമാന്റെ എക്സാമ്പിൾ നമുക്കറിയാം. ഹനുമാൻ സീതാദേവിയുടെ കാര്യത്തിന് ദൂതിന് പോയതാണ്. പക്ഷെ രാവണൻ അതിനെ
തടസ്സപ്പെടുത്തിയപ്പം അവിടെ എല്ലാം കത്തിച്ചിട്ടാണ്, ആ ദേഷ്യം എങ്ങനെ തീർത്തത്? ലങ്കയെല്ലാം കത്തിച്ചിട്ടാണ് തീർത്തത്. അർജുനൻ ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നത് കാരണം അർജുനൻ തൻ്റെ ബന്ധുമിത്രാദികളെ വധിച്ചാണ് തൻ്റെ ദേഷ്യം പൂർത്തീകരിച്ചത്. അപ്പം ദേഷ്യവും അറ്റാച്ച്മെൻറ്റും നമുക്ക് ഇമ്മീഡിയറ്റ്ലി മാറ്റാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ എവിടെയാണ് നമ്മളത് കൊടുക്കുന്നത് എന്നതനുസരിച്ചിരിക്കും മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് നമ്മുടെ അറ്റാച്ച്മെൻറ്റ്, നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് ചെയ്യണം, അറ്റാച്ച്ഡ് ആകണം എന്നുള്ള ഒരു ആഗ്രഹവും അതേപോലെ നടക്കുകയും ചെയ്യും. അതേപോലെ ചില കാര്യങ്ങളിൽ വരുന്ന ഫ്രസ്ട്രേഷൻ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുകയും ചെയ്യും. അർജുനൻ്റെയും ഹനുമാന്റെയും ദേഷ്യം അവരെ ആത്മീയപരമായിട്ട് ഉയർത്തുകയും ചെയ്തു. അതേസമയം ശ്രീല പ്രഭുപാദ് ഇത്രയും പ്രസ്ഥാനമെല്ലാം സ്ഥാപിച്ചത് നമുക്ക് തോന്നും, എക്സ്റ്റേണലി നോക്കും. അതേ പ്രഭുപാദ് വൃന്ദാവനത്തിൽ വന്നപ്പോൾ പലരും പറഞ്ഞു, പ്രഭുപാദിന് ഈ വാച്ചുണ്ട്, റോളക്സ് വാച്ചുണ്ട്, പ്രഭുപാദ് സഞ്ചരിക്കുന്നത് ബെൻസ് കാറിൽ അല്ലെങ്കിൽ കാഡില കാറിലാണ് എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ പ്രഭുപാദ് എന്താ അതിനെല്ലാം ചെയ്യുന്നത്? അതെല്ലാം യൂസ് ചെയ്ത് ഭഗവാനിലേക്കാണ് കൊടുത്തത്. അദ്ദേഹത്തിനൊന്നും സ്വന്തമായിട്ട് എനിക്ക് വേണം എന്നല്ല അദ്ദേഹം ചിന്തിച്ചത്, അതെല്ലാം ഭഗവാന്റെ സേവനത്തിനാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഒരു സൈഡിൽ അറ്റാച്ച്മെൻറ്റ് ഭഗവാനിലേക്ക് കൊടുക്കുകയും മറ്റേ സമയം ക്രോധം ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുമ്പം മനസ്സ് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇവിടെയും ഇനിയും ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ കൂടി നമുക്ക് വീണ്ടും പ്രശ്നങ്ങൾ വരും. പ്രശ്നങ്ങൾ എന്താ വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ തീരുമാനങ്ങൾ എടുക്കും. നമ്മളെല്ലാ ന്യൂ ഇയറിനും ഓരോ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. ഇത് ചെയ്യും, അത് ചെയ്യും, ഞാൻ ഇത്രയും ബുക്ക് വായിക്കും, അത് വായിക്കും, എല്ലാം. പക്ഷെ അത് വീണ്ടും വീണ്ടും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് മനസ്സ് തന്നെ അതിനെ പരാജയപ്പെടുത്തും. മനസ്സ് തന്നെ ചിന്തിക്കും, മറ്റൊരു കാര്യം ചെയ്യാം, അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മനസ്സ് വീണ്ടും അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവിടെയാണ് ആധ്യാത്മിക ഗുരുവിൻ്റെ റോള് വരുന്നത്. നമ്മൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ തന്നെ ഭക്തനാകണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ കുട്ടിയായിട്ട് ജനിച്ചു വരുമ്പോൾ തന്നെ നമ്മൾ ഓരോ ന്യൂ ഇയറിനും ഓരോ ഇതിനും ഓണത്തിനും എല്ലാ വിഷുവിനും ഒക്കെ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കും. അതൊക്കെ നമുക്ക് പാലിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. കാരണം അത് നമ്മൾ ഭഗവാനോട് പ്രോമിസ് ചെയ്യുകയാണ്, ഞാനത് ചെയ്യും ഭഗവാനെ, ഞാൻ ഇത് ചെയ്യും. പക്ഷെ നമുക്കത് പാലിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ റോള് വരുന്നത്. ആധ്യാത്മിക ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ പ്രോമിസ് ചെയ്യുകയാണ്. ആധ്യാത്മിക ഗുരു നമ്മുടെ ഈ ലോകത്തിൽ ഇവിടെ തന്നെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ നമുക്ക് അദ്ദേഹം ഉണ്ട്, അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഇമീഡിയറ്റ്ലി ഓർമ്മ വരും, ഞാൻ ഈ വ്യക്തിയോട് പ്രോമിസ് ചെയ്തു, ഞാൻ അതിലേക്ക് പോകണ്ട, തെറ്റിലേക്ക് പോകണ്ട, ഞാൻ ഈ പ്രോമിസ് പാലിക്കണം. അതാണ് ശ്രീല പ്രഭുപാദ് നരോത്തമ ദാസ് ഠാക്കൂറിൻ്റെ വരി ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത്, ഗുരുമുഖ പത്മവാക്യ ചിത്തതേ കരിയായിക്ക. ആധ്യാത്മിക ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ് ഒരു ജീവാത്മാവ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ട് കരുതുന്നത്. ഈ ഒരു ഉറപ്പിലാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. പലരും പറയും, എന്തിനാണ് ആധ്യാത്മിക ഗുരു, എനിക്കും ഭഗവാനും തമ്മിലുള്ള ബന്ധം പോരെ, ഞാൻ ഭഗവാനുമായിട്ട്. പക്ഷെ ഈ ബന്ധം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പണ്ട് മുതലേ നമ്മൾ ഈ ബന്ധമായിട്ട് നടക്കുകയാണ്, ഭഗവാനുമായിട്ടുള്ള ബന്ധം. പക്ഷെ നിരന്തരം നമ്മൾ ഭഗവാനോട് പ്രോമിസ് ചെയ്യും, അത് കട്ട് ചെയ്യും, ഭഗവാനോട് പ്രോമിസ് ചെയ്യും, കട്ട് ചെയ്യും. പക്ഷേ സ്പിരിച്വൽ മാസ്റ്റർ വരുമ്പോൾ, സ്പിരിച്വൽ മാസ്റ്ററും പരിശുദ്ധ ഭക്തന്മാരും വരുമ്പം നമുക്കവരെ നേരിട്ട് കാണാൻ പറ്റും. നമ്മൾ അവരുടെ മുമ്പിൽ പ്രോമിസും ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ പാലിക്കാം എന്ന് പ്രോമിസ് ചെയ്യും. അവിടെ മനസ്സ് നമ്മളെ ഒരുപാട് ഇത് ചെയ്യുമ്പോഴും നമ്മുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് പറയും, മനസ്സേ നീ അടങ്ങിയിരിക്കും, ഞാൻ ഈ പ്രോമിസ് കൊടുത്തതാണ്, എങ്ങനെയും എനിക്കത് പാലിക്കണം എന്ന് പറഞ്ഞു. ആ ഒരു നിരന്തരമായ സാധനയാണ് ഒരു വ്യക്തിക്ക് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഈ എന്തൊക്കെ പറഞ്ഞാലും ഇൻ്റലിജൻസ് ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് വെളിയിൽ പോകുന്നില്ലെങ്കിൽ ക്രമേണ മനസ്സ് നിയന്ത്രണമാവും, മനസ്സ് ഭഗവാനിൽ ഉറച്ചു നിൽക്കും. അതാണ് ഇവിടെ ഏറ്റവും അവസാനത്തെ ലൈനിൽ ശ്രീല പ്രഭുപാദ് പറയുന്നത്, ആധ്യാത്മിക ഗുരുവിൻ്റെ ആജ്ഞകൾ അനുസരിച്ചുള്ള ക്രമീകൃത തത്വങ്ങൾ കർശനമായി പിന്തുടരുന്ന പക്ഷം മനസ്സ് ക്രമേണ കൃഷ്ണന്റെ സേവനമൊഴിച്ച് മറ്റൊന്നും കാംക്ഷിക്കാത്ത വിധം പരിശീലിക്കപ്പെടും. അത്തരം പരിശീലനമാണ് ജീവിതത്തിൻ്റെ പരിപൂർണത. അപ്പം ആ ഗുരുവിൻ്റെ നിർദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. അതർവൈസ് നമ്മൾ ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചാലും
നമ്മൾ അവരുടെ ശിഷ്യനെന്നറിയപ്പെട്ടാലും ആ നിർദ്ദേശങ്ങൾ പാലിക്കാത്തിടത്തോളം കാലം നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ നിരന്തരം ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം എന്താണ് നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് നൽകുന്നത്, ഇത് നിരന്തരം ഒരു വ്യക്തി കേട്ടുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രം നമ്മൾ കേൾക്കാതെ പണ്ടെങ്ങാണ് ഞാൻ ദീക്ഷ എടുത്ത സമയത്ത് ഗുരു എന്തോ പറഞ്ഞു, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് മറന്നുപോയി, പിന്നെ നമ്മൾ എങ്ങനെയാണ് ആത്മീയ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളിൽ ഫിക്സ്ഡ് ആവുന്നത്? വീണ്ടും വീണ്ടും ഗുരു എപ്പോഴും പറയും 16 മാല ജപിക്കൂ, യമനിയമങ്ങൾ പാലിക്കൂ. നമ്മൾ ഇത് അന്ന് കേട്ടതല്ല, ഇനി എന്തിനാണ് ഞാൻ കേൾക്കുന്നത്? പക്ഷെ നമ്മുടെ മൈൻഡ് അത്രയും ഡിസ്റ്റർബ്ഡാണ്. അപ്പം നിരന്തരം ഇത് കേൾക്കുക, ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ട് 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 ക്രമേണ മൈൻഡ് ഫിക്സ്ഡ് ആവും. മൈൻഡ് മനസ്സിലാക്കും, ഇൻ്റലിജൻസ് ഒരിക്കലും എന്നെ എൻ്റെ തോന്നിയ കാര്യത്തിന് വിടാൻ പോകുന്നില്ല എന്ന് പറയും. അവസാനം അത് മൈൻഡ് ഫിക്സ് ആവും. ഞാനൊരു ലെക്ചറിൽ കേട്ടാണ്, ടെക്സാസ് ഏരിയയിലൊക്കെ ഇതുണ്ട്, കുതിരകളുണ്ട്. അവിടെ നമ്മളിവിടെ ആടുകളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത് പോലെ ആ ഭാഗത്ത് കുതിരകളും ഇതേപോലെ മേഞ്ഞ് നടക്കും. അപ്പോൾ ഈ കൗബോയ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് അവർക്ക് ഈ പശുക്കളെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പം അവർക്ക് അവിടേക്ക് പോകാനും പശുക്കളെയൊക്കെ മേയിച്ച് നിർത്താൻ വേണ്ടി കുതിരകളെ ഉപയോഗിക്കാറുണ്ട്. കുതിരകളെ ഉപയോഗിച്ച് അവർ ഇങ്ങനെ അതിനെയൊക്കെ കറക്റ്റായിട്ട് മേയിച്ച് നിർത്തും. അപ്പം ഇവരാദ്യമേ കുതിരയെ പിടിക്കുമ്പം കുതിര ഒരിക്കലും സമ്മതിക്കത്തില്ല, ആ കൗബോയുടെ അണ്ടറിൽ വരാനായിട്ട് ഒരിക്കലും സമ്മതിക്കത്തില്ല. അതിനെ അവർ പറയുന്നൊരു പേര് ബക്കിംഗ് ബ്രാങ്കോ എന്നാണ്. അതായത് എപ്പം നമ്മൾ ആ കുതിരയുടെ പുറത്ത് കയറാൻ നോക്കിയാൽ കുതിര 2 കാല് പൊക്കി അങ്ങ് നിൽക്കും. അപ്പം അത് നമ്മൾ വീണു പോകും. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഓടിച്ച് വീണു. അപ്പം ഈ കൗബോയ്സ് നിരന്തരം അതിൻ്റെ പുറത്ത് കയറും, അത് സമ്മതിക്കത്തില്ല. ഇങ്ങനെ കുറേ നാളുകൾ ഇങ്ങനെ ആ കുതിരയുടെ പുറത്ത് കയറി അവസാനം കുതിര മനസ്സിലാകും, ഇദ്ദേഹം എന്നെ വിട്ടു പോകാനുള്ള ഉദ്ദേശമില്ല, ഞാൻ ഇദ്ദേഹം പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത് എന്ന് പറയും. അതേപോലെ ഇൻ്റലിജൻസ് ആധ്യാത്മിക ഗുരുവിൻ്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ക്രമേണ മൈൻഡിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ മറ്റൊരു വഴി യഥാർത്ഥത്തിലില്ല. കാരണം നമ്മുടെ ജീവാത്മാവിൻ്റെ പ്രൊപ്പൻസിറ്റി, ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി ഉണ്ട്. നമുക്ക് എപ്പോഴും ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി ഉണ്ട്. നമുക്ക് ഭഗവാനെ കാരണം ഭഗവാൻ അടുത്തൊന്നും ഇല്ലല്ലോ. എനിക്ക് ഭഗവാനോട് എത്ര പ്രോമിസ് ചെയ്യും അത് ലംഘിക്കാം, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഭഗവാൻ അടുത്തൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പറയും ഞാൻ എല്ലാ വ്യാഴാഴ്ച അമ്പലത്തിൽ വരും, പിന്നെ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ അത് ബ്രേക്ക് ചെയ്യും. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് നാമം ജപിക്കും, പിന്നെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ബ്രേക്ക് ചെയ്യും. ഇങ്ങനെ പല പ്രോമിസുകൾ നമ്മൾ ചെയ്തു, അതെല്ലാം ബ്രേക്കും. പക്ഷെ എപ്പോഴാണ് ഒരു ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ സറണ്ടർ ചെയ്യുന്നത്, അദ്ദേഹത്തിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗൈഡായിട്ട് എടുക്കുന്നത്, ആ നിമിഷം തൊട്ട് ആ വ്യക്തി ഈ ലോകത്തിലുണ്ട്, അദ്ദേഹം കാണുന്നുണ്ട് നമ്മളെ. അപ്പം നമുക്ക് ആ പ്രോമിസ്, നമുക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോമിസ് ലംഘിക്കത്തില്ല, നമ്മളത് ഫോളോ ചെയ്യും. അപ്പം ഇതുകൊണ്ട് ഒരു സ്പിരിച്വൽ മാസ്റ്ററെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അതൊരു ചടങ്ങായിട്ടോ ഞാനിങ്ങനെ ഈ ഇസ്കോണിൽ വന്നതുകൊണ്ട് ഞാൻ എടുത്ത ഒരു തീരുമാനമായിട്ടോ ഒരിക്കലും കാണരുത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും നട്ടെല്ല് എന്ന് വേണമെങ്കിൽ പറയുന്നത് ആ സ്പിരിച്വൽ മാസ്റ്ററുമായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോമിസും അദ്ദേഹം നമുക്ക് തരുന്ന റെസിപ്രൊക്കേഷനുമാണ്. അതാണ് നമ്മുടെ ഒരു ബിൽഡിങ് കെട്ടണമെങ്കിൽ ഫൗണ്ടേഷൻ വേണമെങ്കിൽ ആ ഫൗണ്ടേഷനാണ് ആ റിലേഷൻഷിപ്പ്, ആത്മീയ ഗുരുവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്. നമ്മൾ ആ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുക, അത് ഫോളോ ചെയ്യുക, ഇതാണ് ആ റിലേഷൻഷിപ്പ്. അതാണ് ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മൾ സ്പിരിച്വൽ മാസ്റ്ററെ കാണുമ്പോൾ നമസ്കരിക്കുകയും ചിലപ്പം നമ്മൾ ഒരുപാട് അദ്ദേഹത്തിനെ പുകഴ്ത്തി പറയുകയും ഒക്കെ ചെയ്യുന്നതല്ല റിയലി ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ. ആ നിർദ്ദേശങ്ങൾ എന്താണ് അദ്ദേഹം എനിക്ക് പറയുന്നു, അത് ഞാൻ ഫോളോ ചെയ്യാനായിട്ട്, അത് നമ്മൾ മറ്റാരെയും കാണിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ അത് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ഫോളോ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ക്രമേണ മൈൻഡ് ഇതാവും. ഉടനെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഉടനെ ഓർക്കും ഞാൻ ഗുരുവിനോട് ഈ പ്രോമിസ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാനത് ചെയ്യണോ വേണ്ട അത് വിട്ടേക്കാം, ഞാനത് ഇപ്പോഴത്തേന് വിട്ടേക്കാം, ഞാൻ പ്രോമിസ് എന്തിനാണ് തെറ്റിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മുടെ മൈൻഡ് കൺട്രോൾ ആവും. ഈ ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് ആത്മീയ ജീവിതത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നത്. അപ്പം
അങ്ങനെ ചെയ്യുമ്പോൾ ക്രമേണ മൈൻഡ് കൺട്രോൾ ആവും, മൈൻഡ് ഭഗവാനിൽ ഉറച്ചു നിൽക്കും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകൾ എന്താണോ അതനുസരിച്ചുള്ള ശരീരമായിരിക്കും കിട്ടുക. നിരന്തരം നമ്മൾ ഭഗവാനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പറ്റുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത ശരീരം, മനസ്സ് അടുത്ത ശരീരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഭഗവാന്റെ അടുത്തുള്ള സ്ഥലത്താണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക, മനസ്സിൻ്റെ ഈ തന്ത്രങ്ങൾ മനസ്സിലാക്കുക. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് സ്ട്രോങ് ആയിരിക്കണം. ഇൻ്റലിജൻസ് സ്ട്രോങ് ആയിരിക്കണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു പ്രോമിസ് വരണം. പ്രോമിസ് ഭഗവാനോടല്ല, ജീവിച്ചിരിക്കുന്ന നമ്മളെ കാണുന്ന വ്യക്തിയോട് നമ്മളൊരു പ്രോമിസ് ചെയ്യണം. ആ പ്രോമിസിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ക്രമേണ മനസ്സിലാക്കും ഇൻ്റലിജൻസ് എവിടെ എന്നെ വിടാൻ പോകുന്നില്ല, മനസ്സ് നിയന്ത്രിച്ചാലേ പറ്റുള്ളൂ. ആത്മീയ ഗുരു വെറുതെ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നല്ല പറയുന്നത്. ആത്മീയ ഗുരു പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മളെ ഭഗവാനെക്കുറിച്ച് സ്മരിക്കാനും ഭഗവാന്റെ കോൺഷ്യസ്നെസ്സിൽ കൊണ്ടുവരാനും വേണ്ടിയാണ്. അപ്പം ആ കാരുണ്യത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരിക്കലും അദ്ദേഹം ചെയ്യുന്നത് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടോ നമ്മളെ നിയന്ത്രിക്കാനുള്ള വാഞ്ച കൊണ്ടോ അല്ല. ഇന്ന് രാവിലെ നമ്മളത് വായിച്ചിരുന്നു. ശ്രീല പ്രഭുപാദിൻ്റെ ഒരു ഉദാഹരണം വായിച്ചിരുന്നു. ശ്രീല പ്രഭുപാദിന് ഫിലാഡൽഫിയയിൽ വെച്ച് രഥയാത്രയിൽ വന്ന സമയത്ത് രവീന്ദ്ര സ്വരൂപ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രീല പ്രഭുപാദിനെ കാണാൻ വേണ്ടി ശ്രീല പ്രഭുപാദിൻ്റെ അടുത്ത് ഒരു ഡോക്ടർ പട്ടേൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു. ഈ ഡോക്ടർ പട്ടേൽ ഒരു മായാവാദിയാണ്. മായാവാദി എന്ന് വെച്ചാൽ ഞാൻ ദൈവമാണ്, ഞാനിപ്പോൾ മറന്നിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്താൽ ഞാൻ ദൈവമാകും എന്ന് പറയുന്ന വിഡ്ഢിത്തം കലർന്ന ഫിലോസഫി കൊണ്ട് നടക്കുന്ന മായാവാദി ആയിട്ടുള്ളൊരു പ്രൊഫസറാണ് ഈ പട്ടേൽ. അപ്പോൾ ഇദ്ദേഹം ഞാൻ ദൈവമാണ് വിചാരിച്ചിരിക്കുന്ന ആളാണ്. നമ്മൾ ആരും ദൈവമല്ല, ദൈവത്തിൻ്റെ വെറും ഒരു അംശം മാത്രമാണ് നമ്മൾ മുക്തിക്ക് ശേഷവും ഒരിക്കലും നമ്മൾ ദൈവമായിട്ട് ആവാൻ പോകുന്നില്ല. നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ അംശമാണ്. അപ്പോൾ ഈ പട്ടേൽ വന്ന സമയത്ത് തന്നെ ശ്രീല പ്രഭുപാദ് അദ്ദേഹത്തിനെ നോക്കിയിട്ട്, പ്രൊഫസറാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പം പട്ടേൽ വന്നപ്പോൾ തന്നെ ശ്രീല പ്രഭുപാദ് ചോദിച്ചു, നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹിന്ദുയിസത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇത് ഫിലാഡൽഫിയയിലെ ടെമ്പിൾ യൂണിവേഴ്സിറ്റി എന്നുള്ള ആ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് അവിടുത്തെ ഒരു അധ്യാപകനാണ് ഈ മിസ്റ്റർ പട്ടേൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹിന്ദുയിസത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഉടനെ ശ്രീല പ്രഭുപാദ് ചോദിച്ചു, ഹിന്ദുയിസത്തെക്കുറിച്ച് എന്താണ് ഹിന്ദുയിസം എന്താണ് എന്ന് ചോദിച്ചു. ഉടനെ പട്ടേൽ പറഞ്ഞു, എനിക്കത് അറിയത്തില്ല എന്ന് പറഞ്ഞു. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു. ഉടനെ ശ്രീല പ്രഭുപാദ് തൻ്റെ ശിഷ്യനായിട്ടുള്ള രവീന്ദ്ര സ്വരൂപ തൊട്ടടുത്തുണ്ട്. സ്വരൂപ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഉടനെ രവീന്ദ്ര സ്വരൂപ് പറഞ്ഞു, പ്രഭുപാദ് ഇത് ചീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഹിന്ദുയിസത്തെക്കുറിച്ച് അറിയില്ല, പക്ഷെ അദ്ദേഹം അതാണ് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ചീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. പിന്നെ ശ്രീല പ്രഭുപാദ് പട്ടേലിനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, രവീന്ദ്ര സ്വരൂപയുടെ അഭിപ്രായത്തിൽ ഇത് ചീറ്റിംഗ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് നല്ല ദേഷ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, എങ്കിൽ പ്രഭുപാദ് ഇങ്ങനെ ഈ കൺവെർസേഷൻ എന്തിനാ കൊണ്ടുവരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രഭുപാദ് വെറുതെ ഒരു പ്രഭുപാദിനെ കാണാൻ വന്ന വ്യക്തിയോട് വെറുതെ വഴക്കുണ്ടാക്കുന്നതല്ല. ഒരു ആത്മീയ ആചാര്യന് നമ്മൾ കയറി വരുമ്പോൾ എന്ത് മനോഭാവത്തിലാണ് നമ്മൾ വരുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാം. ആ ബോധം അല്ലാതെ നമ്മൾ കാണുന്ന ഇപ്പോൾ ഒരു ഹമ്പിളായിട്ടൊരു വ്യക്തിയോട് പ്രഭുപാദ് ഉടനെ വഴക്കുണ്ടാക്കി തുടങ്ങുമെന്ന് വിചാരിക്കരുത്. ഈ വ്യക്തിയുടെ മനോഭാവം, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പ്രഭുപാദിന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പ്രഭുപാദ് ഈ കോൺവെർസേഷൻ ഈ രീതിയിൽ കൊണ്ടുപോയത്. ഉടനെ തന്നെ പട്ടേൽ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പറ, ഹിന്ദുയിസം എന്താണ്, ഈ വേദങ്ങൾ എന്താണ്, നിങ്ങൾ പറയാൻ പറഞ്ഞു. ഉടനെ ശ്രീല പ്രഭുപാദ് തിരിച്ചു പറഞ്ഞു, ഞാൻ സ്പിരിച്വൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരുടെ സെർവൻ്റ് അല്ല. യു ഷുഡ് ബോ ഡൗൺ ആൻഡ് യു ഷുഡ് ബി ക്ലീൻ ഷേവ്. എളിമത്തത്തോടു കൂടി ചോദിക്കണം, നീ നമസ്കരിച്ചിട്ട് നീ ക്ലീൻ ഷേവ് ആയിട്ട് ചോദിക്കണം. ഉടനെ പട്ടേൽ തിരിച്ചു പറഞ്ഞു, ഞാൻ വന്ന സമയത്ത് നമസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ശ്രീല പ്രഭുപാദ് എക്സ്പ്ലെയിൻ ചെയ്തു, ഭഗവത്ഗീതയിൽ എന്താണ് യഥാർത്ഥ റിലീജിയൻ എന്ന് ഭഗവാൻ പറയും. സർവധർമാൻ പരിത്യേജ മാമേകം ശരണം വ്രജ. എല്ലാത്തിനെയും ഉപേക്ഷിച്ച് എന്നെ സറണ്ടർ ചെയ്യൂ എന്ന് അതാണ് ഭഗവാൻ പറഞ്ഞത്. അതാണ് യഥാർത്ഥ റിലീജിയൻ എന്ന് പറഞ്ഞു. പിന്നെ സറണ്ടർ എന്നുള്ള വേർഡ് ശ്രീല പ്രഭുപാദ് യൂസ് ചെയ്തപ്പോൾ ഉടനെ തന്നെ പട്ടേൽ ചോദിച്ചു, സറണ്ടറിൻ്റെ മീനിങ് എന്താണ്? പിന്നെ പ്രഭുപാദിന് കുറച്ച് ദേഷ്യം വന്നു. പ്രഭുപാദ് പറഞ്ഞെങ്കിൽ ഡിക്ഷണറി എടുക്കുക, നമുക്ക് നോക്കാം സറണ്ടർ എന്താണ് എന്നുള്ളത്. പിന്നെ പട്ടേൽ പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, സറണ്ടർ എന്നുള്ളതിൻ്റെ സംസ്കൃതത്തിലെ യഥാർത്ഥ വാക്യർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പം ശ്രീല പ്രഭുപാദ് പറഞ്ഞു, നിനക്ക് യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ആചാര്യനെ അല്ല വേണ്ടത്, നിനക്കൊരു സംസ്കൃത പണ്ഡിതനെയാണ് വേണ്ടത് എന്ന് ശ്രീല പ്രഭുപാദ് തിരിച്ചു പറഞ്ഞു.
അപ്പം വെറുതെ സമയം കളയണ്ട എന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അപ്പം ഈ സമയം കേട്ടപ്പം അവിടെ എത്തിരുന്ന ബ്രഹ്മാനന്ദ പ്രഭു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്, പട്ടേലിൻ്റെ അടുത്തേക്ക് പറഞ്ഞു, ദയവായിട്ട് പുറത്ത് പോകും, വെറുതെ നമ്മൾ ഒഫൻസ് കൂട്ടണ്ട, പുറത്ത് പോകാനായിട്ട് പറഞ്ഞു. അപ്പം അത് കേട്ടിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. പ്രഭുപാദ് ഈ കോൺവെർസേഷൻ കഴിഞ്ഞിട്ടും വളരെയധികം ദേഷ്യത്തിലാണ് പ്രഭുപാദ് ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളൊക്കെ വിറച്ചു, കണ്ണിലൊക്കെ നല്ല ചുമന്നു, അത്ര ദേഷ്യത്തിലാണ് പ്രഭുപാദ് ഇരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് രവീന്ദ്ര സ്വരൂപ അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി. കാരണം ഞാൻ ഇങ്ങനൊരു പ്രഭുപാദിൻ്റെ രാവിലത്തെ മൂഡ് തന്നെ കളഞ്ഞല്ലോ എന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ അങ്ങ് വിളറി. മറ്റ് സീനിയർ ഡിവോട്ടീസൊക്കെ ഈ രവീന്ദ്ര സ്വരൂപയെ ഒരു രൂക്ഷമായിട്ട് നോക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ആകെ വിഷമമായി. പിറ്റേ ദിവസം പ്രഭുപാദിനെ കണ്ട് ക്ഷമ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പ്രഭുപാദിൻ്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ശീല പ്രഭുപാദ് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെ ഒരാളെയാണ് ഇന്ന് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ഇമ്മീഡിയറ്റ്ലി പ്രഭുപാദ് പറഞ്ഞു, പ്രഭുപാദ് ആശ്ചര്യത്തോട് പറഞ്ഞു, എന്തിനാണ് നീ ക്ഷമ ചോദിക്കുന്നത്? ഇറ്റ് ഈസ് ഓൾ റൈറ്റ്, ഇറ്റ് ഈസ് ഗുഡ്, അറ്റ്ലീസ്റ്റ് ഹി ഗോട്ട് ചാസ്റ്റൈസ്മെൻറ്റ്. ശീല പ്രഭുപാദ് പറഞ്ഞ അറ്റ്ലീസ്റ്റ് അവന് വഴക്ക് കിട്ടി. അപ്പം ആ ആത്മീയ ആചാര്യൻ്റെ ചിന്ത എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കണം. അദ്ദേഹത്തിന് അറിയാം ശീല പ്രഭുപാദ് എന്ത് സൗമ്യമായിട്ട് പറഞ്ഞാലും ഇദ്ദേഹത്തിൻ്റെ മായാവാദ തത്വം കൊണ്ട് ഇദ്ദേഹം അനുസരിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്ക് ഒരു ശക്തമായ ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ചിന്തിക്കുന്ന തെറ്റാണെന്ന് അദ്ദേഹം മനസ്സിലാക്കും. അപ്പം നമുക്ക് മനസ്സിലാകണം, ആത്മീയ ആചാര്യൻ ദേഷ്യപ്പെടുന്നത് ഒരിക്കലും അസൂയ മൂലമല്ല, കമ്പാഷൻ മൂലമാണ്. എൻവി കൊണ്ടല്ല, കമ്പാഷൻ കൊണ്ടാണ് ആത്മീയ ആചാര്യൻ ദേഷ്യപ്പെടുന്നത്. അവിടെ ശീല പ്രഭുപാദ് ആ മായാവാദിക്ക് ഇത്രയും ദേഷ്യപ്പെട്ടത് അദ്ദേഹത്തിനെ ആ രീതിയിൽ ഉയർത്താൻ വേണ്ടിയാണ്. അപ്പം ആത്മീയ ആചാര്യന്മാർ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങളും ഒക്കെ തരും. അപ്പം അതൊക്കെ ചിലപ്പോൾ നമുക്ക് പാലിക്കാൻ ബുദ്ധിമുട്ട് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് പറ്റുന്ന കാര്യമാണ് ആത്മീയ ആചാര്യന്മാർ നൽകുന്നത്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ അവിടെ പ്രോമിസും കൊടുത്തു, ഇനി ഞാൻ പ്രോമിസ് പാലിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഓരോ ഇതും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റലിജൻസ് സ്ട്രോങ് ആയിരിക്കും, നമുക്ക് മൈൻഡിനെ നിയന്ത്രിക്കാൻ പറ്റും. മൈൻഡ് എപ്പോഴും കൃഷ്ണനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നിനെക്കുറിച്ച് മരണസമയത്തിൽ എന്ത് ചിന്തിക്കുമെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തീർച്ചയായിട്ടും ആധ്യാത്മിക ലോകത്തിൽ പോവുക തന്നെ ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാക്ഷാത്കാരങ്ങൾ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കും. മനസ്സ് അറിയാമോ എന്നാണ്, അറിയാമോ? ആധ്യാത്മിക ഗുരുവിന് എങ്ങനെ നമ്മുടെ മനസ്സറിയാൻ പറ്റും എന്ന് നമുക്ക് തന്നെ അറിയാം. ഒരു വ്യക്തി നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നതും നമ്മളോട് പെരുമാറുന്നതും എന്ത് മനോഭാവമാണെന്ന് നമുക്ക് ഇമീഡിയറ്റ്ലി അറിയാൻ പറ്റും. ജസ്റ്റ് കോമൺ സെൻസ് ആണ്. ഒരാൾ വന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നതും ഒരാൾ എന്തെങ്കിലും ഉള്ളിൽ വെച്ച് സംസാരിക്കുന്നതും നമുക്ക് ഇമീഡിയറ്റ്ലി കാണാനായിട്ട് പറ്റും ഒരാളുടെ അവബോധം എത്രയാണെന്ന്. ഇനി ആത്മീയ ആചാര്യന് എങ്ങനെ ഒരു ശിഷ്യൻ്റെ ഇതറിയാമെന്ന് വെച്ചാൽ, ആത്മീയാചാര്യൻ പരമാത്മാവല്ല, എല്ലാവരുടെയും ഹൃദയത്തിൽ അദ്ദേഹം ജീവിക്കുന്നില്ല. പക്ഷേ പരമാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. ഒരു ശിഷ്യനെ ആത്മീയ ജീവിതത്തിൽ ഉയർത്തണം, എന്ത് ചെയ്താൽ ഉയർത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പരമാത്മാവ് ആത്മീയ ഗുരുവിന് നിർദ്ദേശം കൊടുക്കും. ഒരു ശിഷ്യനെ കാണുമ്പോൾ എന്ത് നിർദ്ദേശം കൊടുത്താൽ ഇവന് ഉയരാൻ പറ്റും എന്നുള്ളത് അത്രയും ആത്മീയ ഗുരു പരമാത്മാവുമായിട്ട് അത്രയും ഗാഢമായ ബന്ധമുള്ളത് കൊണ്ട് നിർദ്ദേശപ്രകാരം ആത്മീയ ഗുരുവിന് ശരിയായ നിർദ്ദേശം ശിഷ്യന് കൊടുക്കാനായിട്ട് സാധിക്കും. മറ്റെന്തെങ്കിലും പ്രഭു പറഞ്ഞത് നമ്മളെല്ലാം ആത്മീയ കണങ്ങളാണ്. നമ്മൾ ഇവിടെ വന്നത് ഭഗവാനിൽ നിന്ന് മറന്നിട്ടാണ്.
നമ്മളെല്ലാം മനസ്സിലാക്കി തിരിച്ച് ഭഗവാന്റെ അടുത്ത് എത്തുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പരിപൂർണത എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. നാമം ജപിക്കുകയാണ്, ബുക്ക് വായിക്കുകയാണ്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണ്. പക്ഷേ നമുക്ക് ഡിറ്റർമിനേഷൻ ഇല്ല. ഡിറ്റർമിനേഷൻ പലരും പല തലത്തിലാണ് ഡിറ്റർമിനേഷൻ ഉള്ളത്. അതെന്തുകൊണ്ടാണെന്നാണ് പ്രഭുവിൻ്റെ ചോദ്യം. ഡിറ്റർമിനേഷൻ, നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകണമെങ്കിൽ എന്താ ആദ്യം വേണ്ടത്? ആദ്യം വേണ്ടത് ഭഗവാനോടുള്ള അസൂയ ഇല്ലായ്മയുണ്ടെങ്കിലേ നമുക്ക് പോകാൻ പറ്റും. എന്ത് അസൂയ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത്. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം എനിക്ക് എൻ്റെ കയ്യിലൊരു മാമ്പഴം കിട്ടി, എനിക്കൊരാൾ മാമ്പഴം കൊണ്ടു തന്നു. എൻ്റെ തൊട്ടടുത്തൊരാളുണ്ട്, എനിക്കത് മാമ്പഴം മുഴുവൻ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. തൊട്ടടുത്തൊരാൾ വരുമ്പം എനിക്ക് അയാളോട് അസൂയ ഉണ്ടാവും. കാരണം എൻ്റെ മാമ്പഴത്തിൻ്റെ ഒരു പങ്ക് അയാൾ എടുക്കാൻ പോവുകയാണ് എന്നുള്ളത്. ഭഗവാൻ സുപ്രീം എൻജോയറാണ്. നമ്മൾ ഭഗവാന്റെ എൻജോയ്മെൻറ്റിനെ സഹായിക്കുന്നതാണ് ആത്മീയ ലോകത്തിൽ. നമുക്ക് ആ കാര്യത്തിൽ, ഈ ഒരു കാര്യത്തിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് നമ്മളിവിടെ വരാനായിട്ട് കാരണം. എല്ലാവരും ഭഗവാൻ, എല്ലാ ഗോപിമാരും വന്നിട്ട് ഭഗവാന് ഓരോ മാമ്പഴം കൊടുക്കുന്നു. ഞാൻ വെറുതെ ഇവിടെ നോക്കിയിരിക്കുന്നു, എനിക്കാരും മാമ്പഴം തരുന്നില്ല. ഈ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മളെ ഇവിടെ മെറ്റീരിയൽ വേൾഡിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ എന്ത് അസൂയ കൊണ്ടാണോ ഈ ഭൗതിക ലോകത്തിൽ വന്നത്, ആ അസൂയ ഇല്ലെങ്കിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആ അസൂയ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടാകത്തില്ല, തിരിച്ചു പോകാനുള്ള ഡിറ്റർമിനേഷൻ വരത്തില്ല. ഭഗവാനോട് എൻവിയസ് ആയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? ഞാൻ അവിടെ പോയാൽ എനിക്കിപ്പം ഞാൻ ആണ് എല്ലാവരും എന്നെ സേവിക്കുന്നു. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെ കൂടെ ഞാൻ ഭഗവാനെയാണ് സേവിക്കേണ്ടത്. ആ എൻവിയസ് നേച്ചർ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ആ എൻവിയസ് നേച്ചറിൻ്റെ കുറവനുസരിച്ച് ചിലർക്ക് കുറവാണെങ്കിൽ അവർക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടാവും, കൂടുതലാണെങ്കിൽ നമുക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടാകത്തില്ല. ഈ രീതിയിലാണ് നമ്മുടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കത് തിരിച്ചു വരാൻ പറ്റും? അതിനാണ് നാമം തന്നിരിക്കുന്നത്, തിരുനാമങ്ങൾ. നമ്മൾ 16 റൗണ്ട് ജപിക്കുന്നുണ്ട്, പക്ഷേ ജപിക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ അതിലൊന്നും അല്ല. പിന്നെ നമ്മൾ ബാക്കിയുള്ള സമയത്തൊന്നും നമ്മൾ ജപിക്കാനും ശ്രമിക്കാറില്ല. കാരണം നമ്മൾ ആ പറയുന്ന നിർദ്ദേശത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ മനസ്സ് പല സ്ഥലത്ത് പോകും, മനസ്സിനെ അവിടെ നിന്ന് കൊണ്ടുവരും. പക്ഷെ കൊണ്ടുവന്ന് എവിടെയാണ് നമ്മൾ കൊണ്ട് നിർത്തേണ്ടത്? മനസ്സിനെ കൊണ്ടുവരുമെന്ന് പറയും, പക്ഷെ എവിടെയെങ്കിലും അത് ഫിക്സ് ചെയ്യണ്ടേ? അതിനാണ് ഈശ്വരൻ നാമം തന്നിട്ടുള്ളത്. ശ്രീല പ്രഭുപാദിൻ്റെ ഒരു ബുക്കിൽ വളരെ നല്ല രീതിയിലൊരു സെൻറ്റൻസ് ഞാൻ കണ്ടു, പക്ഷെ എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. അതിൽ ഒരു സ്ഥലത്ത് എനിക്കൊന്ന് ലൈറ്റ് ഓഫ് ഭാഗവതയാണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഏത് ബുക്കിലാണ് വായിച്ചതെന്ന് അറിയില്ല. അതിൽ ശ്രീല പ്രഭുപാദ് ഒരു കാര്യം പറയുന്നുണ്ട്, ഭഗവാന്റെ ഫോമിനെക്കാട്ടിലും ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഭഗവാന്റെ നാമങ്ങളാണ്. എന്നിട്ട് അതിൻ്റെ റീസൺ ഭഗവാൻ പറയുന്നുണ്ട്, ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, ഫോം എപ്പോഴും നമുക്ക് ഭഗവാനെ കാണാനായിട്ട് പറ്റത്തില്ല. ഭഗവാന്റെ ഇപ്പം നമ്മളിവിടെ വന്നാൽ ഭഗവാന്റെ വിഗ്രഹം കാണാൻ പറ്റും, അല്ലെങ്കിൽ ഫോട്ടോസ് കാണാൻ പറ്റും. എപ്പോഴും നമുക്ക് ഫോം കാണാൻ പറ്റത്തില്ല, പക്ഷെ നാമത്തിന് എപ്പോഴും നമുക്ക് ആക്സസിബിൾ ആണ്. നാമം എപ്പോഴും, അതുകൊണ്ട് നാമത്തിനാണ് കൂടുതൽ ആൾക്കാരെ ഡെലിവർ ചെയ്യാനുള്ള പൊട്ടൻസി ഉള്ളത്, കൂടുതൽ വ്യക്തികളെ മോചിപ്പിക്കാനുള്ള ശക്തി. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒന്നും വ്യത്യാസമില്ല, രൂപവും നാമവും ഒന്നും വ്യത്യാസമില്ല. പക്ഷേ നാമത്തിന് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിന് മോചിപ്പിക്കാനുള്ള ശക്തി കൂടുതലാണ്. അതുകൊണ്ട് ഭഗവാന് തന്നെ ഭഗവാന്റെ രൂപത്തിനെക്കാട്ടിലും ഭഗവാന്റെ നാമത്തിനാണ് ഇഷ്ടം. അപ്പം നമ്മളും ആ ഒരു സ്നേഹം നാമത്തിന് കൊടുക്കണം. നമ്മൾ നമ്മുടെ ജപത്തിൽ ക്രമേണ നാമത്തിനെ ശ്രദ്ധിക്കും. നമ്മൾ എവിടെയെങ്കിലും ഫിക്സ് ചെയ്തില്ലെങ്കിൽ മൈൻഡ് വീണ്ടും പോകും. അതിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ശൂന്യതയിൽ കൊണ്ട് നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത് നമ്മൾ നാമം ജപിക്കുമ്പം ആ സൗണ്ട് വൈബ്രേഷനിൽ ശ്രദ്ധിക്കാനായിട്ട്. നമ്മൾ വിചാരിക്കും വേറെ എന്തെങ്കിലും ചിന്തിച്ചാൽ ഉടനെ മൈൻഡ് വേറൊരു കാര്യം പറഞ്ഞ് അത് ചിന്തിച്ചു പോകും. പക്ഷെ സൗണ്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ആ നാമം ജപിച്ച് ഭഗവാന്റെ അസോസിയേഷൻ, ഭഗവാന്റെ നാമവും ഭഗവാന്റെ അസോസിയേഷനും ഒന്നാണ്. ജപിച്ച് വരുമ്പം ക്രമേണ നമ്മൾ എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ എൻവി കുറഞ്ഞു വരും. എൻവി കുറഞ്ഞതോറും ഡിറ്റർമിനേഷൻ കൂടുകയും നമുക്ക് തിരിച്ച് പോകാനും പറ്റും.
പ്രഭുവിൻ്റെ നല്ലൊരു ചോദ്യമാണ്. പ്രഭു പറഞ്ഞത് നമ്മുടെ ഓരോ ശരീരത്തിൻ്റെ വളർച്ച അനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒരു കൊച്ചുകുട്ടിയുടെ ആഗ്രഹങ്ങൾ കളിപ്പാട്ടം എടുത്ത് കളിക്കുന്നതായിരിക്കും. ഒരു യൗവനക്കാരൻ്റെ ആഗ്രഹം ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ആഗ്രഹം. പിന്നെ കുറച്ചും കൂടെ മിഡിൽ ഏജ് വരുമ്പോഴത്തേന് പണമായിരിക്കും ആഗ്രഹം. യൗവന ഏറ്റവും പ്രായം വാർദ്ധക്യമാകുമ്പോൾ പേരും പ്രശസ്തിയായിരിക്കും ആഗ്രഹം. ഇത് ഞാൻ പറഞ്ഞതല്ല, ശങ്കരാചാര്യർ പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ ആഗ്രഹം, പക്ഷേ ഇതൊക്കെ നമ്മുടെ ശരീരത്തിനനുസരിച്ചുള്ള ആഗ്രഹങ്ങളാണ്. പക്ഷേ ഒരു ജീവാത്മാവിന് എപ്പോഴും തൻ്റെ മൂല സ്രോതസ്സായ ഈശ്വരനെ ചിന്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതിനെ പ്രിഡോമിനേറ്റ് ചെയ്യുന്ന ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ വരും. ഇപ്പോൾ പ്രഭുവിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യമാകുമ്പം അതായിരിക്കുമോ പ്രോമിനൻറ്റ്, സ്വാഭാവികമായിട്ട് അതായിരിക്കും പ്രോമിനൻറ്റ്. പക്ഷേ അതിനെക്കാട്ടിലും അതിജീവിക്കാനായിട്ട് നമുക്ക് ട്രെയിനിങ് കൊണ്ട് ഭഗവാന്റെ, കാരണം നമ്മൾ നാച്ചുറലി ഡിവോട്ടീസാണ്, നമ്മളിപ്പം കവേർഡാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വരൂപം നമുക്ക് പരിശുദ്ധ ഭക്തി തന്നെയാണുള്ളത്. അപ്പം അത് അൺകവർ ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങളായിരിക്കും അതിനെ കവർ ചെയ്തിരിക്കുന്നത്, യൗവനകാലത്ത് ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കും കവർ ചെയ്തിരിക്കുന്നത്, മിഡിൽ ഏജിൽ പണമായിരിക്കും കവർ ചെയ്തിരിക്കുന്നത്, വാർദ്ധക്യത്തിൽ നമ്മുടെ പ്രൈഡും പ്രസ്റ്റീജും ആയിരിക്കും നമ്മൾ അതിനെ കവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം കവറിങ് മാത്രമാണ്. പക്ഷേ ജീവാത്മാവ് എപ്പോഴും നിത്യ യൗവനനാണ്, അത് പ്രായത്തിന് ഒരു വ്യത്യാസമില്ല. അപ്പോൾ ആ ജീവാത്മാവിന് തീർച്ചയായിട്ടും എപ്പോഴും ഭഗവാനെക്കുറിച്ച് ആലോചിക്കാനും സ്മരിക്കാനും ഉള്ള കഴിവുണ്ട്. അപ്പം അതാണ് ഭക്തിയോഗം. ഭക്തിയോഗത്തിൽ ഏത് പ്രായത്തിൽ നമ്മൾ ഏറ്റെടുത്താലും, പ്രഭു പറയുന്നു, പ്രഭുവിന് ഏജ് ആയതുകൊണ്ടായിരിക്കും പ്രഭു അത് പറയുന്നത്. പക്ഷെ പ്രഭു മനസ്സിലാക്കണം, 70ാമത്തെ വയസ്സിലാണ് ശ്രീല പ്രഭുപാദ് യഥാർത്ഥത്തിൽ ആക്റ്റീവായിട്ട് പ്രചരണം തുടങ്ങിയത്. ആക്ച്വലി വേൾഡ് വൈഡ് ആയിട്ട് പ്രഭുപാദ് ഇത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ 70ാമത്തെ വയസ്സിലാണ് ആക്റ്റീവായിട്ട് അദ്ദേഹം ചെയ്തത്. അപ്പം അത് ഒരു ഘടകമേ അല്ല, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ അനുസരിച്ചാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഇതിനെ പ്രിഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. ചോദിച്ചോ? പ്രഭുവിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഭഗവാനായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന പ്രോമിസുകളെല്ലാം നമ്മൾ തെറ്റിക്കുന്നത്. പക്ഷേ സ്പിരിച്വൽ മാസ്റ്ററിനുമായിട്ട് നമുക്ക് ഒരു ബന്ധമുണ്ടെങ്കിൽ, അദ്ദേഹവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോമിസ് തെറ്റിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ആ ആത്മീയ ഗുരുവുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കും എന്നാണ് പ്രഭുവിൻ്റെ ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. ആത്മീയ ഗുരുവായിട്ട് 2 രീതിയിൽ നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുന്നു. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഇതുമായിട്ട്, അദ്ദേഹത്തിൻ്റെ രൂപവുമായിട്ടും. ഇപ്പം നമ്മളൊരു വിവാഹത്തിലൊക്കെ എങ്ങനെയാണ് നമ്മൾ അവരെ പരസ്പരം സ്നേഹിക്കുകയും അവരെ കാണുകയൊക്കെ ചെയ്തൊക്കെയാണ് നമ്മൾ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്നത്. അതേപോലെ സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ ബോഡിയുണ്ട്. ആ ബോഡിയായിട്ട് നമുക്ക് അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാം, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് നമുക്ക് കഴുകി കൊടുക്കാം, അദ്ദേഹത്തിന് പ്രസാദം കൊടുക്കാം, ഇങ്ങനെ നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാം. പക്ഷെ ഇതെപ്പോഴും കാണത്തില്ല. ഈ ലോകത്തിലുള്ളപ്പോൾ തന്നെ സ്പിരിച്വൽ മാസ്റ്റർ വല്ലപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഇനി അദ്ദേഹം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം ഉണ്ടാവുന്നുമില്ല, അദ്ദേഹം ഈ ഭൂമി വിട്ടു പോകാം. പക്ഷേ ആ നിർദ്ദേശങ്ങളിൽ നമുക്ക് അറ്റാച്ച്മെൻ്റ്, കൂടുതൽ നിർദ്ദേശങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴത്തേന്, അല്ലെങ്കിൽ അതിനെ മെഡിറ്റേറ്റ് ചെയ്യുക. ശ്രീല പ്രഭുപാദ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വി ഷുഡ് വർഷിപ്പ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ സ്പിരിച്വൽ മാസ്റ്റർ. നമ്മളിവിടെ ഭഗവാനെ വർഷിപ്പ് ചെയ്യും, അതേപോലെ തന്നെ സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം ഒരു പേപ്പറായിട്ട് എടുത്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആരാധന ചെയ്യണം എന്നാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസിനെ ഫോളോ ചെയ്യുക, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ മൈൻഡ് അത്രയും ഫിക്കിളായതുകൊണ്ട് നമുക്ക് ആ നിർദ്ദേശങ്ങൾ ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ല. നാളെ ഇവിടെ ഇലക്ഷൻ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ആ നിർദ്ദേശങ്ങളെല്ലാം മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിരന്തരം കേൾക്കണം. ഹിയറിംഗ് ആണ് ഇമ്പോർട്ടൻസ്. നമ്മൾ ഡെയിലി ഒരു അരമണിക്കൂർ കേട്ട് മനസ്സിലായില്ലേ, ജസ്റ്റ് ഒരു പിക്ചർ ഓർമ്മയുണ്ടോയെന്ന് അറിയാം, പലർക്കും അത് കണ്ടിട്ടുണ്ട്. മൈ മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഫേമസ് ലോഗോയാണ്. അതിൽ ഒരു നായ ഇങ്ങനെ നിൽക്കും, അതൊരു ഗ്രാമഫോണിൻ്റെ ലോഗോ ആണ്. ഇങ്ങനെ കോളാമ്പി പോലെ ഇങ്ങനെ ഒരു സാധനമുണ്ട്.
അതിനകത്ത് ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, മൈ മാസ്റ്റേഴ്സ് വോയിസ്. ആ ലോഗോ നോക്കിക്കഴിഞ്ഞാൽ ഒരു നായ ഇങ്ങനെ അത് ആ കോളാമ്പിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് കോളാമ്പിയിൽ നിന്ന് വരുന്നത് എന്താണ്? തൻ്റെ മാസ്റ്ററിൻ്റെ വോയിസാണ്. തൻ്റെ മാസ്റ്ററിൻ്റെ വോയിസ്. അത് അവരുടെ ഒരു പരസ്യത്തിൻ്റെ ആഡാണ്, പക്ഷെ അത് ഫേമസ് ആഡാണ്. അപ്പം നിരന്തരം അത് കേട്ടുകൊണ്ടിരിക്കും. അതല്ലേ നമ്മൾ രാവിലെ പാടുന്നത്, ജന്മേ ജന്മേ പ്രഭുസേ. നിരന്തരം ഇവിടെയും പറഞ്ഞു, ഗുരുമുഖ പത്മവാക്യ ചിത്തതേ കരിയായിക്ക. നിരന്തരം ഹിയറിംഗ് പ്രോസസ്സിലൂടെ. ഹിയറിംഗ് പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം കൃഷ്ണൻ്റെ, ഈശ്വരൻ്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് ഓരോ ദിവസവും അത് പറഞ്ഞു തരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാകുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇതൊരു ബോണഫൈഡ് റെപ്രസെൻറ്റേറ്റീവ് ആണ് ഭഗവാന്റെ. നമുക്ക് അദ്ദേഹത്തിനോട് നമ്മളെ സഹായിക്കാൻ അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓട്ടോമാറ്റിക്. ഇപ്പോൾ ഹിയറിംഗ് തന്നെയാണ് അറ്റാച്ച്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള വഴി. ഹിയറിങ്ങും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമുക്ക് ബ്ലൈൻഡായിട്ട് ഹിയർ ചെയ്യല്ല, നമുക്ക് അറിയാത്തത് നമ്മൾ ചോദിച്ചു. കർമ്മഫലത്തിന് എന്താണ് ഉള്ളതെന്നുള്ളത് ഇതും കൂടെ ലാസ്റ്റ്, സമയം അതിക്രമിച്ച ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഞാൻ അതും കൂടെ എക്സാം പറയാം. കർമ്മഫലം അതും ആയിട്ട് ഈ ചിന്തയുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതാണ് മാറ്റി ചോദ്യം. കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, അതിനൊരു ഫലം ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പം എന്താ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, ഒരാളെ ദ്രോഹിച്ചു എന്ന് വിചാരിക്കും, എന്തെങ്കിലും വേദനിപ്പിച്ചോ എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അതിനൊരു ഫലം ഉണ്ടാവും, റിയാക്ഷൻ ഉണ്ടാവും. ഒരു ടെന്നീസ് ബോൾ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞാൽ തിരിച്ചു വരുന്നത് പോലെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിന് തിരിച്ച് വരും. അപ്പം അതിന് കർമ്മം ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ശരീരത്തിൽ ചെയ്ത്, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ജീവിതത്തിൽ ഇത്രയും നാൾ ചെയ്തു, അതിനെല്ലാം തീർച്ചയായിട്ടും കർമ്മം ഉണ്ടാവും. ഈ കർമ്മഫലങ്ങൾ അടുത്ത ശരീരത്തിൽ വരിക തന്നെ ചെയ്യും. പക്ഷേ ഭക്തിയോഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭഗവാനെ സ്മരിക്കുമ്പം, ഭഗവാനോട് ഭക്തിപൂർവ്വം സേവനങ്ങൾ ചെയ്യുമ്പോഴത്തേന് ഈ കർമ്മം നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം കർമ്മം നിൽക്കുന്നത്, ഇപ്പം ഇവിടെ കുറേ ഉറുമ്പുകളുണ്ട്, വേറൊരു ചെറിയൊരു ഇച്ചിരി പൂച്ചി അതിനകത്ത് വീണു എന്ന് വെച്ചു, അതിനകത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ്. ആ ഉറുമ്പുകളുടെ ഇടയിൽ പോയി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനേ പറ്റുന്നില്ല. ഒരു ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുമ്പോൾ മറ്റേ ഉറുമ്പ് കടിക്കും, അങ്ങനെ അത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഉറുമ്പ്, ആ പ്രാണിയെ നമ്മൾ അതിൽ നിന്ന് മുകളിലെടുത്താലോ താഴെ എന്തെല്ലാം നടന്നാലും അതിന് അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതേപോലെ നമ്മുടെ കർമ്മങ്ങളെല്ലാം വരുന്ന നമ്മുടെ ശാരീര സംബന്ധമായ കാര്യങ്ങൾ, നമ്മുടെ ശാരീരികമായ ചെയ്ത പ്രവർത്തികളും അനുസരിച്ചാണ്. പക്ഷേ നമ്മൾ നാമജപം ചെയ്ത് അങ്ങനെ വരുമ്പോഴത്തേന്, ഭഗവാനുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ആ മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിയുകയാണ്. അതിൽ നിന്ന് നമ്മൾ മോർ വരും. അപ്പോൾ ഇത്രയെല്ലാം കർമ്മങ്ങളുണ്ടെങ്കിലും അത് നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല, നമ്മളെ അത് ബാധിക്കാതെ വരും. പക്ഷെ ഇതിനകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലോ, ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ മാറി മറ്റൊരു സ്ഥലത്ത് പോയാൽ അഫക്റ്റ് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ട് പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ യഥാർത്ഥ പ്ലാറ്റ്ഫോം സ്പിരിച്വൽ പ്ലാറ്റ്ഫോമാണ്. നമ്മളിപ്പം ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ശരീരത്തിന് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സ്വാഭാവികമായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യും. ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് മനസ്സിലാക്കി, ഭഗവാന്റെ നിത്യസേവകനാണെന്ന് മനസ്സിലാക്കി, ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലേക്ക് വരുമ്പം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി വരികയാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ 5 ഘടകങ്ങളുള്ളതിൽ 4 ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ കർമ്മം ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ കർമ്മം ചേഞ്ച് ചെയ്യാം. നമ്മൾ എന്തെല്ലാം ഒരു പാപിയാണെങ്കിൽ പോലും, അതല്ലേ ഭഗവത്ഗീതയിൽ പറയുന്ന, ആ ശ്ലോകത്തിൽ പറയുന്നത്, എത്ര പാപിയാണെങ്കിൽ പോലും പരിശുദ്ധ ഭക്തിയുത സേവനത്തിൻ്റെ തോണിയിൽ നിൽക്കുന്നയാൾക്ക് ഈ ജന്മമരണ ചക്രത്തിനെ കവർ ചെയ്യാൻ പറ്റും. അപ്പം രണ്ട് പ്ലാറ്റ്ഫോമിൽ കർമ്മം നടക്കുന്നത് ഈ ഭൗതിക പ്ലാറ്റ്ഫോമിലാണ്. ഒരാൾ അയാളുടെ കോൺഷ്യസ്നെസ് സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിക്കഴിയുമ്പോഴത്തേന് അവിടെ ആ കർമ്മത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാകത്തില്ല. പിന്നെ അദ്ദേഹം ചെയ്യുന്ന എല്ലാം പിന്നെയും അദ്ദേഹത്തിന് ചെയ്യത്തില്ല. എന്നുവെച്ചാൽ നമ്മൾ ഈ ലോകത്തിൽ നിന്നാണ് പിന്നെയും പ്രവർത്തിക്കേണ്ടത്. ഭക്തനായാലും ഈ ലോകത്തിൽ നിന്നാണ് പ്രവർത്തിക്കുക. അപ്പം നമ്മൾ ഒരുപാട് കാര്യം, നമ്മളിവിടെ വരുന്ന വഴിക്ക് കാറിലായിരിക്കും വരുന്നത്. കാറ് വരുന്ന വഴിക്ക് ഒരു ഒരു ഉറുമ്പിൻ്റെ കൂന ഉണ്ടാവും. അത് ചിലപ്പം അതിൻ്റെ പുറത്തുകൂടെ ആയിരിക്കും വരുന്നത്. ഒരുപാട് ഉറുമ്പുകളെ കൊന്നിട്ടായിരിക്കും നമ്മളിവിടെ കയറി വരുന്നത്. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരുപാട് പ്രാണികൾ ചിലപ്പം മരിക്കുന്നുണ്ടാവും. പക്ഷെ അപ്പോൾ ഭക്തനായിരിക്കുമ്പോഴും ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ കോൺഷ്യസ്നെസ് എല്ലാം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ആകുമ്പം ഓട്ടോമാറ്റിക്കലി ഇത്
നമ്മളെ ബാധിക്കത്തില്ല. ഇത് നമ്മുടെ പ്ലാറ്റ്ഫോം സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലായിരിക്കും കർമ്മങ്ങൾ നമ്മളെ ബാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അവസാനം പറയുന്നത് സർവധർമാൻ പരിത്യേജ മാമേകം ശരണം വ്രജ അഹം തോ സർവപാപേഭ്യോ മോക്ഷിഷ്യാം, ഞാൻ എല്ലാവിധ പാപകർമ്മങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കാം എന്ന് പറയുന്നത്. അപ്പം ആ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോഴേ നമുക്ക് ഇതിൽ നിന്ന് എത്ര നമ്മൾ കുറച്ചായി എത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും കർമ്മം നമ്മളെ ബാധിക്കും. 100% പ്യുവറായിട്ടുള്ള സ്റ്റേറ്റിലാണെങ്കിൽ ഇത് നമ്മളെ ഒട്ടും ബാധിക്കത്തില്ല. ശ്രീമദ് ഭാഗവതം കീ ജയ, ശ്രീല പ്രഭുപാദ് കീ ജയ. ഹരേ കൃഷ്ണ. ഇന്ന് ഒരു ചെറിയ അനൗൺസ്മെൻ്റ് ഉണ്ട്. ഹിസ് ഗ്രേസ് അപ്രമേയ പ്രഭു, അദ്ദേഹം ക്ഷേത്രത്തിലെ ബ്രഹ്മചാരിയായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ദേഹവിയോഗം സംഭവിച്ചിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും എല്ലാം ആ ഓർമ്മയ്ക്ക് വേണ്ടി, ആ പരിശുദ്ധ ഭക്തൻ്റെ നമ്മളെ വിട്ടുപോയ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ നമ്മളെ വിട്ടു അദ്ദേഹം ആത്മീയ തലത്തിൽ തന്നെയാവും ഉണ്ടാവുക. അപ്പം ആ ഒരു വെൽവിഷസ് നമുക്കെല്ലാ ഭക്തന്മാരുടെ മുഖേന അർപ്പിക്കാനുമായിട്ട് എല്ലാ വർഷവും അവരുടെ പിറന്നാൾ ദിനത്തിൽ ഭക്തന്മാർക്ക് അന്നദാനം ചെയ്യാറുണ്ട്. ഇന്ന് ആ ഒരു ദിവസമാണ്. അപ്പം അച്ഛനും അമ്മയും സഹോദരിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും ആ നമ്മളെ വിട്ടുപോയ ആത്മാവിൻ്റെ വെൽവിഷസിന് വേണ്ടി 3 വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ശ്രീല പ്രഭുപാദ് കീ ജയ.